ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥയെങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാതിരി ആശാനെ. ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആശാൻ ജാഥയെ ഒന്ന് നേരിടണം. ഇയാളങ്ങോട്ട് പോകണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി കല്യാണം, അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം, അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം, അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറയടാ. തീപ്പരി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ. ഞങ്ങൾക്കില്ല ഇവിടെ. അടിയെങ്കിൽ അടി, വെടിയെങ്കിൽ വെടി. നേതാവ് അരിയാട്ടി എണ്ണ അത്രത്തിന് നീ ഇത് ഇവിടെ ഡയറി ഓടി തള്ളില്ല തള്ളില്ല. ഞാൻ പോകണ്ട, ഞാൻ പോയിക്കോളൂ, ഞാൻ പോയിക്കോളൂ. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടികൾ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പലയുടെ മകളെ ഒരു കൈമുക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിൽ മാറ്റമില്ല. ജിലേബൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. അയ്യോ തെളിയിച്ചാൽ തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽ പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, കുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ കുസ്തി പിടിച്ചോട്ടെ.
അങ്ങോട്ട് ചെല്ലേട്ടാ അങ്ങോട്ട് ചെല്ലണ്ട നേതാവേ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, ധൈര്യമായിട്ട് അവിടെ ഇല്ലേ? അങ്ങോട്ട് ചെല്ല. ഞാൻ പോവാം തള്ളാതെ ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് വൈകി കൂടാ. ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ? അപ്പുകുട്ടൻ ഫയൽമാൻ ചക്ക വെട്ടിച്ചതുപോലെ വീണതോ? അത് വീണ് പോയതല്ലേ, ആരും വീഴ്ചതല്ലോ. ഫൽഗുനം കുറ്റമേറ്റല്ലോ. ദേവോദരെ ഏൽപ്പിച്ച് ഫൽഗുനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ? അപ്പോ ജോത്സ്യത്തിൽ തെളിഞ്ഞതോ? ജോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വസിക്കണ്ട, നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ. ചതിയും വഞ്ചനയുമില്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽമാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ. ആളും തീയതിയും പുറമേ അറിയിക്കും. പിടിക്കാം, അല്ലെങ്കിൽ ഒഴിയാം. അത് ഞാൻ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽമാൻ പിടിക്കും. കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം